1974 സെറ്റി എന്നൊരു ഓർഗനൈസേഷൻ, അതായത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്, ഇവർ ഏകദേശം ഒരു 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ബൈനറി കോഡ്സ് M13 എന്ന് പറയുന്ന സ്റ്റാർ ക്ലസ്റ്ററിലേക്ക് അയച്ചു. ഇത് അയച്ചത് അരസിംബോ റേഡിയോ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെയാണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. കാൾ സേഗൻ ഉൾപ്പെടുന്ന സയന്റിസ്റ്റുമാരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ ഒരു ഇവന്റ് നടത്തിയത്. M13 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർ ക്ലസ്റ്ററിന്റെ അകത്ത് ഏകദേശം 3 ലക്ഷത്തോളം ആക്റ്റീവ് സ്റ്റാർസ് ഉണ്ട്. ഇത്രയും സ്റ്റാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു സ്റ്റാർ ക്ലസ്റ്ററിലേക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അയക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ സ്റ്റാർ ക്ലസ്റ്റർ നമ്മുടെ ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 25,000ഓളം ലൈറ്റ് ഇയേഴ്സ് ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ ലൈറ്റ് സ്പീഡിൽ അവിടെ എത്തണമെങ്കിൽ 25,000 വർഷങ്ങൾ എടുക്കും. അഥവാ നമ്മുടെ ഇൻഫർമേഷൻ അവിടെ ഉള്ള ഒരു ഇന്റലിജന്റ് ലൈഫ് ഫോമിന് കിട്ടി, അത് അവർക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിച്ചോ, അവർ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് അയച്ചിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തണമെങ്കിലും പിന്നെയും എടുക്കും 25,000 വർഷം. അത് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡും കൂടി ചെയ്യുന്നുണ്ടെന്നുള്ള ഫാക്ടറും കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 25,000-ലൊന്നും നിൽക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ 2001 വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇവന്റാണ് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അന്ന് അവർ അയച്ച ഒരു ബൈനറി കോഡിന്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ. ഈ ഇമേജിൽ നമുക്ക് ഒരുപാട് ബ്ലോക്സ് കാണാൻ പറ്റും. ഈ ബ്ലോക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് സിമ്പിൾസ് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ആദ്യത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അതായത് 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ലൈനിലാണെങ്കിൽ അറ്റോമിക് നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലത്തെ മേജർ കോമ്പോസിഷൻ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ് കാർബൺ ആണ്. കാരണം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു എലമെന്റ് ആണ് കാർബൺ. അതിന്റെ തൊട്ടടുത്ത ലൈനാണ് നമ്മുടെ DNA, അതായത് ഡബിൾ ഹീലിക്സ് സ്ട്രക്ചറിന്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് അതിന്റെ അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഭൂമിയിലത്തെ ഇന്റലിജന്റ് ലൈഫ് ആയിട്ടുള്ള ഹ്യൂമൻസിന്റെ ഒരു ആവറേജ് ഫിഗർ ആണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് സൈഡിലാണെങ്കിൽ 1974 ഭൂമിയിൽ എന്തോ ഒരു മനുഷ്യരുണ്ട്, അതിന്റെ ഒരു ആവറേജ് നമ്പർ ആണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 4.5 ബില്യൺ ആൾക്കാരുണ്ടെന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ തൊട്ടടിയിലാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഡോട്ട് പൊക്കി നിർത്തിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് സിംബലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന ബൈനറി കോഡ്സ് എല്ലാം ഈ സ്റ്റാർസിലേക്ക് അയച്ചിരിക്കുന്നത് ഈ മൂന്നാമത്തെ പ്ലാനറ്റിൽ നിന്നാണെന്നാണ് ശരിക്കും ഈ ഒരു സംഭവം റെപ്രസെന്റ് ചെയ്യുന്നത്. അതും ഈ മെസ്സേജസ് എല്ലാം അയക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റേഡിയോ ടെലിസ്കോപ്പിന്റെ ഇമേജ് ആണ് ശരിക്കും അടുത്ത ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി 7 കീ സെക്ഷൻസ് ആണ് ഏകദേശം 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ ഒരു ബൈനറി കോഡ്സിന്റെ അകത്തുള്ളത്. ഇതിനെയാണ് അരസീബോ മെസ്സേജസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ 1974 അങ്ങോട്ട് അയച്ചത്. ഇനിയാണ് ശരിക്കുള്ള ദുരൂഹതകൾ തുടങ്ങുന്നത്. ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം 2001 ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ക്രോപ്പ് സർക്കിൾ താഴെ നിന്ന് നോക്കിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമേ അവിടെ ഉണ്ട് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അതായത് അരസീബോ മെസ്സേജസിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഒരു ക്രോപ്പ് സർക്കിളിന്റെ രൂപത്തിൽ 27 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയത്. അപ്പൊ അതെന്തായിരിക്കും നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഇതിന്റെ ആദ്യത്തെ ലൈനിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, ഐഡന്റിക്കൽ ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ലൈനിൽ കാർബണിന് പകരം അവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എലമെന്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആയിരുന്നു. മൂന്നാമത്തെ ലൈനിൽ നമ്മൾ അയച്ചത് നമ്മുടെ മനുഷ്യരുടെ DNA ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ക്രോപ്പ് സർക്കിളിലൂടെ കിട്ടിയത് നമ്മുടെ മനുഷ്യരുടെ DNA ആണ്. പക്ഷെ ഒരു സ്ട്രാൻഡ് കൂടുതലുണ്ടായിരുന്നു. അതായത് ഒരു തരത്തിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് ക്രീച്ചർ ആവാനാണ് സാധ്യത. അത് എന്ത് രൂപത്തിലാണെന്നുള്ളത് നമുക്ക് അടുത്ത ലൈനിൽ മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ ലൈനിലാണ് നമുക്ക് ഈ ഒരു ക്രീച്ചറിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് വലിയ തലയും വലിയ കണ്ണുകളും ചെറിയ ഉടലുമായിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് ക്രീച്ചറിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ തൊട്ട് സൈഡിലാവട്ടെ ഈ ഒരു ക്രീച്ചറിന്റെ പോപ്പുലേഷൻ ആണ്. അതായത് ഏകദേശം 21 ബില്യൺ ആണ് ഈ ഒരു നമ്പറിൽ കാണിക്കുന്നത്. അതിന് തൊട്ടടിയിലാണെങ്കിൽ നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം കാണാൻ പറ്റും. അതിനാണെങ്കിൽ 3 പ്ലാനറ്റ്സ് റേസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റം പോലെ ഭൂമിയിൽ മാത്രമല്ല ഹ്യൂമൻസ് കോളനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ 3 പ്ലാനറ്റ്സിലും ഈ പറയുന്ന ക്രീച്ചേഴ്സ് കോളനൈസ് ചെയ്തിട്ടുണ്ടാവാം. മിക്കവാറും ഈ ഒരു സ്പീഷീസ് ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആവാനാണ് സാധ്യത. അതാണ് ശരിക്കും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതാവട്ടെ ഈ ഒരു മെസ്സേജ് നമ്മുടെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഒരു എക്യുപ്മെന്റ് ഫോട്ടോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലത്തെ ഒരു ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇതിനെ അരസീബോ ആൻസർ എന്നാണ് ശരിക്കും ഈ ഒരു ക്രോപ്പ് സർക്കിളിനെ വിളിക്കുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്തായാലും ഒരു ഉടായ്പ ഫീലിംഗ് കിട്ടുന്നുണ്ടാവും. അതായത് ഈ പറയുന്ന ക്രോപ്പ് സർക്കിളൊക്കെ ആരെങ്കിലും അവിടെ ഉണ്ടാക്കി വെച്ചായിരിക്കും എന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് ചോദിക്കാനുണ്ടായത്. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതുകൂടി കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉറപ്പിക്കുക. ക്രോപ്പ് സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ അത് പുതിയൊരു സംഭവം ഒന്നല്ല. 17ാമത്തെ സെഞ്ചുറി മുതലേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ക്രോപ്പ് സർക്കിളിന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതായത്
ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാടം കിളയ്ക്കാനായിട്ട് സമ്മതിച്ചില്ല, അതായത് റെഫ്യൂസ് ചെയ്ത് ഞാൻ കിളക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പാടം ഒരു ഡെവിൾ വന്ന് കിളയ്ക്കുമെന്നാണ് ഇദ്ദേഹം മറുപടി പറഞ്ഞത്. പിന്നെ രാവിലെ ഒന്ന് നോക്കുമ്പോണ്ട് ഇദ്ദേഹത്തിന്റെ പാടത്തിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ക്രോപ്പ് സർക്കിൾ അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് ഈ ലോകത്തിലത്തെ ആദ്യത്തെ ക്രോപ്പ് സർക്കിൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയപ്പോ ഇപ്പൊ ഏകദേശം 10,000-ഓളം ക്രോപ്പ് സർക്കിൾസ് നമ്മുടെ ലോകം മുഴുവനും കണ്ടുവരുന്നുണ്ട്. അതിലൊരു 9,000 ക്രോപ്പ് സർക്കിൾസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു 1000 ക്രോപ്പ് സർക്കിൾസിന് നമുക്ക് ഇതുവരെയായിട്ടും ഒരു ഐഡന്റിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആകെയുള്ളത് ഒരുപാട് എക്സ്ട്രാ ടെറസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്പിറസി തിയറീസും അത് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും മാത്രമാണ്. 2004 മെക്സിക്കോയിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹം നടന്നു പോകുമ്പോൾ താഴത്തുനിന്ന് ഒരു കല്ല് കിട്ടി. ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കല്ലിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ മാർക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു തരത്തിലുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൊത്തുപണി പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും ഈ കല്ലിൽ ഉണ്ടായിരുന്നത്. വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ കല്ല് ആ ഏരിയയിലേ കണ്ടുവരാത്തൊരു കല്ലും കൂടിയായിരുന്നു. ഈ പുള്ളി ഇത് വളരെ സീക്രട്ട് ആയിട്ടൊന്നും വെച്ചില്ല. അത്യാവശ്യം ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നത്, അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു കല്ല് കണ്ടുപിടിച്ചു, ഇതാണ് കല്ല് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നടന്ന് അത് അത്യാവശ്യം ഫേമസ് ആവുകയും ചെയ്തു. അങ്ങനെ പോയിപ്പോ ഈ കല്ലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒരു സയന്റിസ്റ്റിന്റെ കയ്യിൽ വരെയും കിട്ടി. അപ്പൊ ഈ സയന്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കല്ല് ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് എക്സാമിൻ ചെയ്തു. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരുന്നു ഈ ഒരു കല്ലിനുണ്ടായിരുന്നത്. അതായത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ നോക്കിയിട്ട് പോലും ഒരു മെഷീനിങ്ങിന്റെ മാർക്കിങ്ങോ, അതായത് ഇപ്പൊ ഒരു CNC ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം കാർവ് ചെയ്ത് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ CNCയുടെ മാർക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനിന്റെ മാർക്കിംഗ് എന്തായാലും ഈ കല്ലിൽ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സംഭവം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല ഈ ഒരു മാർക്കിംഗ് പെർഫെക്റ്റ്ലി പ്രിസൈസ് ആയിരുന്നു. അതായത് ഒരു തരത്തിലുള്ള ഫ്ലോസ് ഇല്ലാണ്ട് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള സർക്കിൾസും സ്ക്വയേഴ്സ് ഒക്കെ ആയിരുന്നു ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ എടുത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് 1996 ഇതേ പാറ്റേൺ, ഇതേ സംഭവങ്ങളുള്ള ഒരു ക്രോപ്പ് സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ സയന്റിസ്റ്റ് പറയുന്നത് ഈ ഒരു കല്ല്, ഈ ഒരു സംഭവം മനുഷ്യനിർമ്മിതമല്ല എന്നാണ്. അതിനോടൊപ്പം ഈ കല്ലിന് ചെറിയ രീതിയിലുള്ള മാഗ്നറ്റിക് ഇൻഫ്ലുവൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു ക്രോപ്പ് സർക്കിൾ നോക്കാം. ഇതിന്റെ പേരാണ് മിൽക്ക് ഹിൽ ഫോർമേഷൻ. ഇത് UK 2001 വെച്ചാണ് കണ്ടുപിടിച്ചത്. ഒരുപാട് ആൾക്കാർ ടെസ്റ്റിമോണി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. ഇത്രയും വലിയൊരു ക്രോപ്പ് സർക്കിൾ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവർ ഉണ്ടാക്കിയെന്ന് പറയുന്നതിലും ഭേദം ഉണ്ടായി വന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ്. ഇത് ചെറുതൊന്നല്ല കേട്ടോ, ഏകദേശം 1000 അടി ഡയാമീറ്റർ ഉള്ള ഒരു വലിയൊരു സ്ട്രക്ചർ തന്നെയായിരുന്നു ഇത്. 409 പെർഫെക്റ്റ് സർക്കിൾസ് ആണ് ഈ ഒരു ക്രോപ്പ് സർക്കിളിനകത്ത് ഉണ്ടായിരുന്നത്. അതും ഈ ക്രോപ്പ് സർക്കിൾ നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഗാലക്സി, ഒരു സ്പൈറൽ ഗാലക്സി പോലെയാണ് ഇതിരിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിതമായി കൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. വർഷം 2001 അപ്പോൾ ടെക്നോളജിയുടെ ഒരു ലിമിറ്റേഷൻ അപ്പൊ തന്നെ തുടങ്ങി. ഒരുപാട് ആൾക്കാർ പറയുന്ന പോലെ ഓവർനൈറ്റിലാണ് ഈ ഒരു വലിയ ക്രോപ്പ് സർക്കിൾ ഉണ്ടായത്. അതും ഈ പറയുന്ന സർക്കിൾസിന്റെ അക്യുറസി, അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കിടക്കുന്നതൊന്നുമല്ല, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള സർക്കിളും ഈ പറയുന്ന ഒരു സർക്കിളും മറ്റു സർക്കിളും തമ്മിലുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വളരെ അക്യുറേറ്റ് ആണ്. അത്യാവശ്യം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു ക്രോപ്പ് സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം മനുഷ്യർക്ക് ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കുക, ഓവർനൈറ്റ് ഒരു രാത്രി സമയം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരും അറിയാണ്ട് മനുഷ്യരുടെ എഫേർട്ട് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ക്രോപ്പ് സർക്കിൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ UK തന്നെ കണ്ടുവരുന്ന അടുത്ത ക്രോപ്പ് സർക്കിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. 1996 വെച്ച് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഇത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മനുഷ്യരുടെ DNA ഡബിൾ ഹീലിക് സ്ട്രക്ചർ ആണ്. അതും ഹൈ സയന്റിഫിക് ആക്യുറസിയോടെ. ഇതൊന്നും നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനോമിനൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു സംശയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1991 2 പുറത്തേക്ക് വന്നു. ഇവരെന്താണ് പറയുന്നത് വെച്ചാൽ ഇവരാണ് ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാക്കുന്നതെന്ന്. അതായത് ഈ പറയുന്ന പോലെ ഏലിയൻസോ എക്സ്ട്രാ ടെറസ്ട്രിയൽസോ ഒന്നുമല്ല, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ് ക്രോപ്പ് സർക്കിൾസ് എന്നും അത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അതായത് ഒരു ക്രോപ്പ് സർക്കിൾസ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കി അവർ കാണിച്ചു. അതോടൊപ്പം ഇവർ ക്ലെയിമും ചെയ്യുന്നുണ്ട്, അതായത് ഏകദേശം 200ഓളം ക്രോപ്പ് സർക്കിൾസ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, ഇവരുണ്ടാക്കിയ ക്രോപ്പ് സർക്കിൾസ് വളരെ അലമ്പായിരുന്നു. അതായത് ഈ പറയുന്ന ചെടികളെല്ലാം അങ്ങനെ നശിപ്പിച്ചിട്ടും ഇങ്ങനെ ചവിട്ടിയും മെതിച്ചൊക്കെ അങ്ങനെ വളരെ ബോറായിട്ടുള്ളത്, ഒട്ട് ഫിനിഷ്ഡ് അല്ലാത്തൊരു ക്രോപ്പ് സർക്കിൾസ് ആയിരുന്നു ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ക്രോപ്പ് സർക്കിൾസ് എല്ലാം ഒടുക്കത്തെ അക്യുറേറ്റ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞ ചെടികളൊന്നും ഒട്ടും തന്നെ ഡാമേജ്ഡ് ആയിരുന്നില്ല. ചെടികൾ പയ്യെ ചരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങളൊരു പാടം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു
പാഡി ഫീൽഡ് കൺസിഡർ ചെയ്യാം. അതിനകത്ത് എല്ലാ ചെടികളും ഇങ്ങനെ പൊങ്ങിയായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില ചെടികളൊക്കെ ഒന്ന് പയ്യൊന്ന് ചരിഞ്ഞാണെങ്കിൽ ഒരു 10 ഡിഗ്രി ഒന്ന് ചരിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു ചരിവ് നമ്മൾ ആകാശത്തൂടെ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു ക്രോപ്പ് സർക്കിൾ, ഒരു പാറ്റേൺ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെടികൾ ഇങ്ങനെ പയ്യനെ ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഇത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ക്രോപ്പ് സർക്കിൾസ്, അതായത് നേരത്തെ പറഞ്ഞ ക്രോപ്പ് സർക്കിൾസിൽ ഒട്ടുമിക്കത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ കീ പോയിന്റ് എന്ന് വെച്ചാൽ ഒറ്റ ചെടി പോലും ഡാമേജ്ഡ് അല്ല. ഇത് ജസ്റ്റ് ഒരു ഇംപ്രഷൻ പോലത്തെ ഒരു സംഭവം മാത്രമാണ് ശരിക്കും ക്രോപ്പ് സർക്കിൾസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ ഇവരിങ്ങനെ ചവിട്ടി മരിച്ചുണ്ടാക്കിയ സംഭവം നല്ല ശരിക്കും ക്രോപ്പ് സർക്കിൾസ് ജസ്റ്റ് ഒരു ഇംപ്രഷൻ മാത്രമായിരുന്നു. വേറൊരു കാര്യം കൂടി ആലോചിക്കുക, 70കളിന് മുകളിൽ പോട്ടെ 17ാമത്തെ സെഞ്ചുറി മുതൽ ഇത്തരത്തിലുള്ള സംഭവം നമ്മുടെ ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൈവശം യാതൊരു രീതിയിലുള്ള ടെക്നോളജിയോ ഈ പറയുന്ന പറക്കുന്ന സംഭവം ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്കൊരു ഓവർനൈറ്റ്, ഒരു രാത്രി കൊണ്ട് ഇത്തരത്തിലുള്ള ഫോർമേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതും ഈ ഫോർമേഷൻസിന്റെ അക്യുറസിയാണ് ശരിക്കും എന്നെ ഞെട്ടിക്കുന്നത്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ചില ക്രോപ്പ് സർക്കിൾസിൽ ഏലിയന്റെ തല അടക്കം, അതായത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റോറീസിലൊക്കെ പറഞ്ഞ പോലെ വലിയ കണ്ണുകളും വലിയ തലയും ചെറിയ മോഡലുമായിട്ടുള്ള ഒരുപാട് ഏലിയന്റെ തല, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ടും പറയുന്നുണ്ട്. ഇതിന്റെ റെഫറൻസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, അപ്പൊ നിങ്ങൾ എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടുപേരില്ലേ, ഈ രണ്ടുപേരെ ഇൻസ്പയർ ആയിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ക്രോപ്പ് സർക്കിൾ ആർട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലോകമെമ്പാടും ക്രോപ്പ് സർക്കിൾസ് മനുഷ്യരുണ്ടാക്കിയും തുടങ്ങി. അതായത് ഒരു തരത്തിലുള്ള ആർട്ട് വർക്ക് പോലത്തെ ഒരു സിറ്റുവേഷൻ ആക്കി മാറ്റിയെടുത്തു നമ്മുടെ ക്രോപ്പ് സർക്കിൾസ്. കറന്റ്ലി നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന 99% ക്രോപ്പ് സർക്കിൾസും മനുഷ്യനിർമ്മിതമാവാനുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഈ രണ്ടുപേരുടെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഒരു ക്രോപ്പ് സർക്കിൾ ഉണ്ടാവുന്ന ഒരു വീഡിയോ ഒരാൾ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഈ വീഡിയോ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർബ് പോലത്തെ ഒരു സംഭവം ഒരു പാഡി ഫീൽഡിന്റെ മുകളിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഓർബ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ക്രോപ്പ് സർക്കിൾ ഒരു മാജിക്കൽ രീതിയിൽ അവിടെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതൊരു ഉഡായ്പ വീഡിയോ ആണ്, ഇതൊരു CG ആണ്, ഇതൊരു ആനിമേഷൻ ആണെന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്നുള്ളത്. പക്ഷേ 1996 ഈ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത്. ജോൺ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു CGയോ ആനിമേഷനോ ആണെങ്കിൽ ഒരു സന്നാഹം തന്നെ വേണ്ടി വരും. കാരണം 1996 CGയുടെ മാക്സിമം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഇന്ത്യാന ജോൺസോ അങ്ങനെയുള്ള ഫിലിമൊക്കെ നമ്മൾ റെഫർ ചെയ്താൽ മതി. അതൊക്കെയാണ് ആ കാലത്തെ ഒരു CGയുടെ മാക്സിമം എന്ന് പറയുന്നത്. അതിനൊരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു വീഡിയോ കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു CG ആയിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ഒറിജിനൽ വീഡിയോ ആണെന്നാണ്. മോഡേൺ ടൈംസിൽ ക്രോപ്പ് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അതൊരു മാൻമെയ്ഡ് ഒക്കറൻസ് ആണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ റീസൺ ഇവർ രണ്ടുപേരും തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് കാരണമാണ്. അതോടൊപ്പം തന്നെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് കോളിൻ ആൻഡ്രൂസ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശം 30-35 വർഷത്തോളം ക്രോപ്പ് സർക്കിൾസിന്റെ ആ ഒരു മിസ്റ്ററി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഇദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഭൂരിഭാഗവും ക്രോപ്പ് സർക്കിൾസും എക്സ്ട്രാ ടെറസ്ട്രിയലിസമായിട്ട് ബന്ധമുണ്ടെന്നാണ് ശരിക്കും ഇദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു പോയിന്റ് ലോകത്തിനോട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂവ്മെന്റ്, പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. ക്രോപ്പ് സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ടുപേര് ഈ ക്രോപ്പ് സർക്കിൾസിന്റെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ, അതിന്റെ ഡേറ്റ് ഇവർ കറക്റ്റ് ആയിട്ടല്ല പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഡേറ്റ് ആണ് പറയുന്നതെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂവിൽ വളരെ റാൻഡം ആയിട്ടുള്ള വേറൊരു ഡേറ്റ് ആയിരിക്കും പറയുന്നത്. ഡേറ്റുകൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള കൺഫ്യൂഷന് കാരണം ഒരു ആക്സിഡന്റ് അല്ല, ശരിക്കും ആരോ അവരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യുന്ന പോലെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ച ആ അരസീബോ റിപ്ലൈ എന്ന് പറയുന്ന ആ ഒരു ക്രോപ്പ് സർക്കിൾ അത് ആരോ ഇവരുടെ ഇൻസ്പിറേഷൻ കണ്ടിട്ട് ഇവരെ ഇൻസ്പയർ ആയിട്ട് ആരോ ഉണ്ടാക്കിയതാണെന്നും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരു 90-95% ആൾക്കാരും ഇപ്പൊ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഒരാൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഈ ക്രോപ്പ് സർക്കിൾസ് ഒറിജിനൽ ആണോ അത് നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യുന്നതാണോ അതായത് ഈ പറയുന്ന പോലെ ഏലിയൻസിന്റെ സംഭവമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തരാൻ കഴിയില്ല. എനിക്കെന്നല്ല ആർക്കും തന്നെ തരാൻ കഴിയില്ല. ഏതൊരു UFO UAP അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ പോലെ തന്നെ ക്രോപ്പ് സർക്കിൾസിന്റെ ആ ഒരു ഉത്ഭവം അതിന്റെ ഒരു ഒറിജിൻ എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ കൈവച്ച് ഇത്തരം ടെക്നോളജി ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫിനോമിനനാണ്.
ഈ കാണുന്ന ആ ഒരു വൈറ്റ് കളർ ഓർബുകൾ ഒരു ക്രോപ്പ് സർക്കിൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇല്ലേ, അത് ഇപ്പോഴും സ്റ്റിൽ എ മിസ്റ്ററിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രോപ്പ് സർക്കിൾസിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.